ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുന്നു. സൈബർ തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ആദ്യ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്വകാര്യ മേഖലയിലെ 25 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് പ്രയോജനപ്രദമായ രക്ഷാകവചം പദ്ധതിക്ക് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തുടക്കം കുറിക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ICC T20 ലോകകപ്പിൽ ഇന്ന് 3 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് നമീബിയയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ മുതൽ കോൺഗ്രസ്, TMC, DMK അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാൻ തുടങ്ങിയതോടെ സഭ ആദ്യം 12 മണിവരെ നിർത്തിവെച്ചിരുന്നു. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സഭാധ്യക്ഷൻ ആവർത്തിച്ചാവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷ അംഗങ്ങൾ വഴങ്ങിയില്ല. മൃഗസംരക്ഷണ അടിസ്ഥാന സൌകര്യ വികസന ഫണ്ടുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മൃഗസംരക്ഷണ ക്ഷീരവികസന സഹമന്ത്രി SP സിംഗ് ബാഗേൽ ഉത്തരം നൽകാൻ ശ്രമിച്ചെങ്കിലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. 12 മണിക്ക് വീണ്ടും സഭ സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷം ബഹളം തുടരുന്ന സാഹചര്യത്തിൽ സഭ 2 മണിവരെ നിർത്തിവെക്കുന്നതായി സഭാധ്യക്ഷൻ അറിയിച്ചു. രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുകയാണ്. സൈബർ തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുഖ്യ പ്രഭാഷണം നടത്തും. CBIയുടെ പുതിയ സൈബർ ക്രൈം ബ്രാഞ്ചും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ സ്റ്റേറ്റ് സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഡാഷ്ബോർഡിനും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തുടക്കം കുറിക്കും. സംസ്ഥാനത്തെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമാവുകയാണ് കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. നൂതന സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 60 കോടിയോളം രൂപ ചെലവഴിച്ചാണ് സ്കൂളിനെ നവീകരിച്ചത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. നൂതന മാതൃകയിലുള്ള ലാബുകളും അഡ്വാൻസ്ഡ് സയൻസ് റോബോട്ടിക്സ് ലാബും മുദ്രാ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട്. 36 ക്ലാസ് മുറികളിലും ഡിജിറ്റൽ പഠന സൗകര്യവും ഒരുക്കി. 100 കിലോവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിച്ചതിലൂടെ കേരളത്തിലെ വിദ്യാലയങ്ങളിലെ ഏറ്റവും വലിയ സൗരോർജ്ജ പ്ലാന്റായി മുണ്ടേരി സ്കൂളിലെ പ്ലാന്റ്. പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിച്ച ലൈബ്രറി, 200 പേർക്ക് ഇരിക്കാവുന്ന മുഴുവൻ ക്ലാസ് മുറികളെയും ബന്ധിപ്പിക്കുന്ന ശീതീകരിച്ച വീഡിയോ കോൺഫറൻസ് സംവിധാനം, ജൈവ വൈവിധ്യ പാർക്ക്, ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തോടുകൂടിയ സ്റ്റേഡിയം എന്നിവയും പൂർത്തീകരിച്ചു. 10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പ്ലാനറ്റോറിയത്തിന്റെയും ശാസ്ത്ര മ്യൂസിയത്തിന്റെയും നിർമ്മാണം പുരോഗമിക്കുകയാണ്. വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായ സ്വകാര്യ മേഖലയിലെ 25 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് അഷ്വറൻസ് മാതൃകയിൽ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന രക്ഷാകവചം പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. പദ്ധതിയിൽ അംഗമാകുന്ന സ്വകാര്യ മേഖലയിലെ തൊഴിലാളിക്ക് അപകടമരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ലഭിക്കും. പദ്ധതി വിഹിതമായി ഓരോ തൊഴിലാളിയിൽ നിന്നും ഒരു നിശ്ചിത തുക സ്വീകരിക്കും. കഴിഞ്ഞ ബജറ്റിൽ പദ്ധതിക്കായി 30 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി ആലപ്പുഴ. ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയായി. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളും 100% ഹിയറിംഗ് പൂർത്തിയാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ചു. കൊല്ലം വിജിലൻസ് കോടതി ഈ മാസം 24 വരെയാണ് റിമാൻഡ് നീട്ടിയത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ N വാസുവിന്റെ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയും. തന്ത്രിയുടെ ജാമ്യഹർജികളിൽ പ്രോസിക്യൂഷൻ വാദം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടക്കും. സംസ്ഥാനത്ത് കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക. തുടർച്ചയായി അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. 10 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഭൂമിദേവിയുമായി ബന്ധപ്പെട്ട സംസ്കൃത സുഭാഷിതം പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
കൃഷി, സമൃദ്ധി, പോഷണം എന്നിവയ്ക്കായി അചഞ്ചലമായി നിലകൊള്ളുകയും എല്ലാറ്റിനെയും സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുകയും ചെയ്യുന്ന ഭൂമിദേവിയെ വന്ദിക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആലപ്പുഴ തീരദേശ റെയിൽപാത ഇരട്ടിപ്പിക്കുന്നതിനായി റെയിൽവേ മന്ത്രാലയം 324.16 കോടി രൂപ അനുവദിച്ചു. 12.66 കിലോമീറ്ററാണ് ദൈർഘ്യം. 1.80 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാലക്കാട് ടൗൺ പറളി ബൈപ്പാസ് ലൈനിന് 160.57 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. നവീകരിച്ച പാലക്കാട് മുണ്ടൂർ തൂത സംസ്ഥാന പാതയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ വൈകിട്ട് ഓൺലൈനായി നിർവഹിക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷനാകും. മലമ്പുഴ, കോങ്ങോട്, ഒറ്റപ്പാലം, ഷൊർണൂർ മണ്ഡലങ്ങളിലൂടെ കടന്നുപോകുന്ന 36.8 കിലോമീറ്റർ പാത 364 കോടി രൂപ ചെലവിലാണ് നവീകരിച്ചത്. കേരളത്തിലെ കടലുകളിൽ ഇനി കേന്ദ്ര സുരക്ഷയുടെ കരുതൽ. കേരളത്തിലെ 9 മത്സ്യഗ്രാമങ്ങളിൽ നഭമിത്ര എക്സ്പോണ്ടർ സജ്ജം. ISRO വികസിപ്പിച്ചെടുത്ത ഈ ഉപകരണം തൃശൂർ ജില്ലയിലെ തീരപ്രദേശങ്ങളായ വലപ്പാട്, ചേറ്റുവ, എടക്കഴിയൂർ തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയിൽ വിപ്ലവകരമായ മാറ്റമാണ് കൊണ്ടുവരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. കേരളത്തിലെ 9 മത്സ്യഗ്രാമങ്ങളിലൊന്നായ എടക്കഴിയൂരിലെ ഈ മുന്നേറ്റം ഡിജിറ്റൽ ഇന്ത്യയുടെ കരുത്ത് മത്സ്യബന്ധന മേഖലയിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ തെളിവാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ ജില്ലയിൽ തീരദേശ മേഖലകളിൽ 200ഓളം മീൻപിടുത്ത യാനങ്ങളിൽ അത്യാധുനിക നഭമിത്ര എക്സ്പോണ്ടർ ഘടിപ്പിച്ചു കഴിഞ്ഞു. മൊബൈൽ റേഞ്ച് ലഭിക്കാത്ത ആഴക്കടലിലും കരയിലുമായി ബന്ധപ്പെടാൻ സഹായിക്കുന്ന 2-വേ കമ്മ്യൂണിക്കേഷൻ സംവിധാനമാണ് നഭമിത്രയുടെ പ്രത്യേകത. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പ്രകാരം 577 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് എടക്കഴിയൂരിൽ നടപ്പിലാക്കുന്നത്. ഉപഗ്രഹ സാങ്കേതികവിദ്യയിലൂടെ പ്രവർത്തിക്കുന്ന ഈ ആപ്പ് വഴി കാലാവസ്ഥാ വ്യതിയാനം, ചുഴലിക്കാറ്റ് മുന്നറിയിപ്പുകൾ എന്നിവ തത്സമയം പ്രാദേശിക ഭാഷയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭ്യമാകും. മെച്ചപ്പെട്ട വരുമാനം ഉറപ്പുവരുത്തുന്നതിനും പൊതുസംരംഭകരെ ആകർഷിക്കുന്നതിനുമായി കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ വൈഗ 2026 സംഘടിപ്പിക്കുമെന്ന് മന്ത്രി P. പ്രസാദ്. സംസ്ഥാനത്തെ കാർഷികോൽപ്പന്നങ്ങളുടെ സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. മലയാള സിനിമാ മേഖലയിലെ സേവന വേതന വ്യവസ്ഥകൾ പരിഷ്കരിക്കുന്ന കരാറിൽ ഫെഫ്കയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒപ്പുവച്ചു. ജോലി സമയം 12 മണിക്കൂറിന്റെ വ്യത്യസ്ത ഷിഫ്റ്റുകളായി ക്രമീകരിക്കുന്നതും ഓവർടൈം പാറ്റയും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ പുതിയ കരാറിലുണ്ട്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് B. രാകേഷ്, ജനറൽ സെക്രട്ടറി ലിസ്റ്റിൻ സ്റ്റീഫൻ, ഫെഫ്ക ജനറൽ സെക്രട്ടറി B. ഉണ്ണികൃഷ്ണൻ എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചത്. കേരള സർവകലാശാലയിൽ വൻ പോലീസ് സുരക്ഷ. യുവജനോത്സവത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട SFI ഇന്നലെ രാപ്പകൽ സമരം ആരംഭിച്ചിരുന്നു. ഇന്ന് SFI നടത്തിയ സർവകലാശാല മാർച്ച് അക്രമാസക്തമായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ICC T20 പുരുഷ ക്രിക്കറ്റിൽ നെതർലാൻഡ്സ് ഇപ്പോൾ നമീബിയയെ നേരിടുന്നു. ടോസ് നേടിയ നെതർലാൻഡ്സ് നമീബിയയെ ബാറ്റിംഗിനയച്ചു. ചെന്നൈയിൽ വൈകിട്ട് 3 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ UAE ന്യൂസിലൻഡിനെ നേരിടും. രാത്രി 7 മണിക്ക് കൊളംബോയിൽ പാകിസ്ഥാനും US തമ്മിലാണ് മൂന്നാം മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 328 പോയിന്റ് ഉയർന്ന് 84,391-ലും നിഫ്റ്റി 95 പോയിന്റ് ഉയർന്ന് 25,962-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 14,475 രൂപയും പവന് 1,15,800 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവല്ല സ്പാ കൂട്ടബലാത്സംഗ കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. കേസിലെ പ്രധാന പ്രതി സുബിനെതിരെ കാപ്പ കേസ് ചുമത്താനുള്ള ശുപാർശ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ജില്ലാ കളക്ടർക്ക് കൈമാറി. കാപ്പ പ്രകാരമുള്ള തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് ഇയാൾ സ്പായിൽ അതിക്രമം നടത്തിയത്. നിലവിൽ 3 പ്രതികളാണ് പിടിയിലായത്. മറ്റു 3 പ്രതികൾ ഒളിവിലാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദന ദാസ് കൊല്ലപ്പെട്ട കേസിൽ പ്രതിയായ സന്ദീപിനെ വിചാരണ കോടതി നേരിട്ട് ചോദ്യം ചെയ്യുന്ന നടപടി പൂർത്തിയായി. തെളിവുകൾ പ്രതിയെ വായിച്ചു കേൾപ്പിച്ച ശേഷം കോടതി വിശദീകരണം തേടി. പ്രോസിക്യൂഷൻ ആരോപണങ്ങൾ പ്രതി കോടതിയിൽ നിഷേധിച്ചു. പ്രതിഭാഗം തെളിവെടുപ്പിന് മുന്നോടിയായുള്ള പ്രാഥമിക വാദം കേൾക്കുന്നതിന് കേസ് നാളെ പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭാ നടപടികൾ പുരോഗമിക്കുന്നു. സൈബർ തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്നതും നിർമ്മാർജ്ജനവും എന്ന വിഷയത്തിലെ ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ആദ്യ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സ്വകാര്യ മേഖലയിലെ 25 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് പ്രയോജനപ്രദമായ രക്ഷാകവചം പദ്ധതിക്ക് മന്ത്രി V. ശിവൻകുട്ടി ഇന്ന് തുടക്കം കുറിക്കും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ICC T20 ലോകകപ്പിൽ ഇന്ന് 3 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ നെതർലാൻഡ്സ് നമീബിയയെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.